ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രിയെന്ന സോളാർ കമ്മീഷന് മുന്നിൽ സരിതയുടെ സ്ഥിരീകരണം. രഹസ്യ സിറ്റിംഗ് നടത്തിയാൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നും സരിത. ബെന്നി ബെഹനാന് 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്നും സരിത. എബ്രാഹിം കലമണ്ണിലിന് കമ്മീഷൻ നോട്ടീസ് അയച്ചു. സോളാർ കമ്മീഷനിൽ പറയാനുള്ളത് മുദ്രവച്ച കവറിൽ നൽകാമോ എന്ന് കമ്മീഷൻ ചോദിച്ചു. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടായിരിക്കുകയാണ് സരിത. ടീം സോളാറിന്റെ വലിയ 2 പദ്ധതികൾക്ക് അത് പ്രാവർത്തികമായാൽ 100 കോടി വരെ ലാഭമുണ്ടാക്കാമെന്നും അതിൽ 40% കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് നൽകാമെന്നും സരിത ബിജു പറഞ്ഞിരുന്നതായി സരിത മൊഴി നൽകിയിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് ബിജു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ക്രോസ് വിസ്താരം നടത്തുകയാണ് സരിതയെ. ഇപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ബിജുവിൻ്റെ ഒരു മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പ്രോജക്റ്റുകളുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. ഈ 100 കോടി രൂപയിൽ 40% മുഖ്യമന്ത്രിക്ക് നൽകാമെന്നും 60% ടീം സോളാറിന് ലഭിക്കുമെന്നും മുഖ്യമന്ത്രിയുമായി കരാറുണ്ടായിരുന്നു. ഈ കരാറിനെ സംബന്ധിച്ച് അറിയാമോ എന്നാണ് കമ്മീഷൻ സരിതയോട് ചോദിച്ചത്. ഈ കരാറിനെ കുറിച്ച് തനിക്ക് കേട്ടറിവുണ്ട്. ഇത് ബിജു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, യോഗങ്ങളിൽ, ടീം സോളാറിൻ്റെ യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടാണ് 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. അക്കാര്യം തനിക്ക് കൃത്യമായി അറിയാം എന്നാണ് സരിത പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കിൻഫ്ര പാർക്കിലേക്ക് നമ്മൾക്കറിയാം മലയാളി ശ്രീധരൻ നായരെ കൊണ്ടുപോയി കാണിക്കുക ഉണ്ടായി എന്നുള്ളത് മലയാളി ശ്രീധരൻ നായരുടെ 164-ലുമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി തവണ അത് വന്നിട്ടുമുണ്ട്. ഈ കിൻഫ്ര പാർക്കിലെ 110 സ്ഥലം നിക്ഷേപകർ വരുന്ന മുറയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതി സംബന്ധിച്ച് അറിയാമെന്നും സരിത മൊഴി നൽകിയിരിക്കുക. ഈ 2 പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളാണ്, കിൻഫ്രയിലെയും അതുപോലെ ഇടുക്കിയിലെ കൈലാസപ്പാറയിലും പ്രൊജക്റ്റുകളാണ് കൂടുതലായി വലിയ മെഗാ പ്രൊജക്റ്റുകളുമായി ആദ്യഘട്ടത്തിൽ ഇവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ 100 കോടി രൂപ ലാഭം ലഭിച്ചാൽ 40% കമ്മീഷൻ മുഖ്യമന്ത്രിക്ക്, അതായത് 40 കോടി രൂപ മുഖ്യമന്ത്രിക്കും 60 കോടി രൂപ ടീം സോളാറിനും എന്ന നിലയിൽ ഇതിന് മുഖ്യമന്ത്രി ചെയ്യുന്ന സഹായം ഇപ്പോൾ പാലക്കാടാണെങ്കിൽ 110 ഏക്കർ ഭൂമി നിക്ഷേപകർ വരുന്ന മുറയ്ക്ക് കിൻഫ്രയുടെ ഭൂമി ഇവർക്ക് വിട്ടുകൊടുക്കാനുള്ള പദ്ധതികൾ നൽകാം. അതിനൊക്കെ പകരം മുഖ്യമന്ത്രിക്ക് കമ്മീഷൻ നൽകിയാൽ മതി എന്ന തരത്തിൽ ബിജുവിൻ്റെ മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴിയെ ശരിവെച്ചുകൊണ്ടാണ് സരിത ഇപ്പോൾ സംസാരിക്കുന്നത്. അഞ്ജു, തീർച്ചയായും അതുതന്നെയാണ്. ഒരു കാര്യം കൂടി വന്നിരിക്കുന്നു. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതി സംബന്ധിച്ച് അറിയാമെന്ന് സരിത പറഞ്ഞിരിക്കുന്നു. ആ സ്ഥലത്തിന്റെ ഒരു ഭാഗം രവീന്ദ്രൻ എന്ന വ്യക്തിയുടേതായിരുന്നുവെന്നും സരിത കമ്മീഷന് മൊഴി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. രാജീവ്, തീർച്ചയായും ഇപ്പോൾ ടീം സോളാറിൻ്റെ മറവിൽ വലിയ പ്രൊജക്റ്റുകൾ ടീം സോളാർ കൊണ്ടുവരികയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അതിന് നൽകിക്കൊണ്ട് അതിൻ്റെ പങ്ക് പറ്റുന്നവരായി ഭരണാധികാരികൾ മാറുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള മൊഴിയാണ് ബിജു നൽകിയതെങ്കിൽ ആ മൊഴിയെ സാധൂകരിക്കുന്ന മൊഴിയാണ് സരിത ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബിജുവുമായി ചില ഘട്ടങ്ങളിലെങ്കിലും സരിത വ്യത്യസ്തമായ മൊഴി നൽകുന്നുമുണ്ട് താനും. ആ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൊക്കെ തന്നെ സരിത നേരത്തെ നൽകിയ മൊഴിയുടെ പിൻപറ്റിയാണ് സരിത ഇപ്പോഴും സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സരിത നേരത്തെ പറഞ്ഞ ഒരു മൊഴിയെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ളൊരു മൊഴി സരിതയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ക്രോസ് വിസ്താരം നടത്തുകയാണ്. ഈ ക്രോസ് വിസ്താരത്തിലാണ് ഒരുപക്ഷെ സർക്കാർ അഭിഭാഷകരോ അല്ലെങ്കിൽ ബിജുവിൻ്റെ അഭിഭാഷകനോ ഇപ്പോൾ കമ്മീഷനാണ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഇവർക്കും അതിൻ്റെ അവസരം ലഭിക്കുന്നതാകാം. അങ്ങനെയാണെങ്കിൽ ഈ ക്രോസ് വിസ്താരങ്ങളുടെ പാളിച്ചകളാണ് ഇവർ ചൂണ്ടിക്കാണിക്കേണ്ടത്. എന്നാൽ സരിതയുടെ ഈ മൊഴിയിലെ ക്രോസ് വിസ്താരം ഇപ്പോൾ കമ്മീഷൻ്റെ ക്രോസ് വിസ്താരത്തിൽ എന്തായാലും സരിതയുടെ മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങൾ കാണുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരുന്നു. അതായത് ഇടുക്കിയിലെ സ്ഥലം സംബന്ധിച്ച കാര്യങ്ങൾ രവീന്ദ്രൻ എന്ന വ്യക്തിയുടേതാണ് ഒരു ഭാഗം, മറ്റത് ഗവൺമെൻറ് റിസർവ് ലാൻഡ് 140 ഏക്കറോളം ഭൂമിയുണ്ട്. അതായത് സർക്കാരിൻ്റെ ഭൂമി വിറ്റ് അതിൻ്റെ കമ്മീഷൻ പറ്റി ജീവിക്കാം എന്ന് ഭരണാധികാരികൾ ചിന്തിക്കുന്ന തരത്തിലുള്ളായിരുന്നു സോളാർ പദ്ധതികൾ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സരിതയും ബിജു രാധാകൃഷ്ണനും. ഇവിടെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരളത്തിലെ പൊതുജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലിരുന്ന് സർക്കാരിൻ്റെ പൊതു സ്വത്ത് ഏതെങ്കിലും തട്ടിപ്പ് കമ്പനികൾക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് 40% കമ്മീഷൻ മുഖ്യമന്ത്രി പറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നതെങ്കിൽ അത് വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിൽ 30 ഏക്കറിൽ 20 വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യ പടി. അതായത് മുഖ്യമന്ത്രിയും ടീം സോളാറും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 30 ഏക്കറിൽ 20 വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യ നടപടി. ഇതിൽ 100 കോടി രൂപയോളം കിട്ടും, ലാഭം ലഭിക്കും. ഇതിൽ 40 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകുക, ബാക്കി 60 കോടി രൂപ ഇതൊക്കെ തന്നെ സർക്കാരിൻ്റെ സബ്സിഡിയോട് കൂടി ചെയ്യേണ്ടതാണ് എന്നാണ് നമുക്ക്, പ്രത്യേകിച്ചും സോളാർ എനർജി ആയതുകൊണ്ട് സോളാർ നയം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ സബ്സിഡിയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ആനേട്ട് വഴി നൽകുന്നത്. ഇപ്പോൾ അതിന്
ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ ലാഭത്തിലേക്ക് സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ലാഭവിഹിതം പറ്റിക്കൊണ്ടിരിക്കുന്ന അധികാരി വർഗത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മൊഴികളിലൂടെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അഞ്ജു, തീർച്ചയായും അതുതന്നെയാണ്. കോടികളുടെ അഴിമതിയൊപ്പം സർക്കാർ ഭൂമിയും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുകൂടിയല്ലേ വെളിപ്പെടുക. 140 ഏക്കറോളം റിസർവ് ഭൂമി ഇടുക്കിയിലെ, അതും ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. 30 ഏക്കറിൽ 20 വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യപടി എന്നുകൂടി സരിത വ്യക്തമാക്കുന്നു. അഞ്ജു, ഇവിടെയാണ് പീപ്പിൾ TV പുറത്തുകൊണ്ട വാർത്തയുടെ പ്രസക്തി ഇരിക്കുന്നത്. ഒരു കൊല്ലം കൂടി കഴിഞ്ഞായിരുന്നു ഈ വാർത്ത പുറത്തു വരുന്നതെങ്കിൽ ഒരു പക്ഷേ സർക്കാരിൻ്റെ നിരവധി ഏക്കർ ഭൂമി അന്യാധീനപ്പെടുമായിരുന്നു. പാവപ്പെട്ട നിരവധി നിക്ഷേപകരുടെ പൈസ ഇവർ ലാഭം വെച്ചെടുക്കുമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നതും അതുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TVക്ക് വാർത്ത മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞതുമാണ് ഒരു പക്ഷേ വലിയ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ ആ സർവേ നമ്പറുകൾ സീവറ്റ് അംഗീകാരം വേണം, അവിടേക്ക് റോഡുകൾ വേണം, അതിന് സർക്കാർ സഹായം വേണം. ഇനി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നുണ്ടായ സഹായങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ സരിത ഇനി വിശദീകരിക്കാൻ പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് വളരെ നിർണായകമാണ്. പാലക്കാട് കിൻഫ്രയിലെ ഭൂമി ഇടുക്കിയിലെ ഭൂമിയുമാണ് കൃത്യമായി ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി, അതിൽ ഒരു ഭാഗം രവീന്ദ്രൻ്റെതാണ്, ബാക്കി 140ഓളം റിസർവ് ലാൻഡ് സർക്കാരിൻ്റെ സംരക്ഷിത മേഖലയായി അവിടെയുണ്ട്. 30 ഏക്കറിൽ 20 വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യ നടപടി. എന്തായാലും ഇതിനുവേണ്ടി സ്വകാര്യ വ്യക്തികളുടെ രവീന്ദ്രൻ്റെ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അതിന് വേറെ കാര്യങ്ങൾ ഉണ്ട്, അതിന് ഔദ്യോഗിക നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾക്ക് സർക്കാർ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് അടുത്ത ഘട്ടത്തിൽ മൊഴിയായി, ക്രോസ് വിസ്താരത്തിൻ്റെ ഭാഗമായുള്ള മൊഴിയായി വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജു, രാജീവ്, ഇടുക്കി ജനതയെ സംബന്ധിച്ചിടത്തോളം, മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം പട്ടയമില്ലായ്മ വലിയൊരു പ്രശ്നമായി നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അവിടെയൊക്കെയും സർക്കാർ ഭൂമി ഇത്തരത്തിൽ നീക്കം മറ്റൊരു പദ്ധതിക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ കൈമാറുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഒപ്പം പട്ടയം എന്ന സാധാരണ ജനതയുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന ഒരു ഭരണപക്ഷത്തെയും നേതാക്കളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അഞ്ജു, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ ഒരു തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചു എന്നതിൻ്റെ സൂചനകളാണ് ഈ മൊഴികളിലൂടെ പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു പക്ഷേ സരിത ഇത്തരത്തിൽ മൊഴി നൽകാൻ തയ്യാറായി വന്നില്ല എന്നെങ്കിൽ ഇത്തരം കുറേ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാതെ പോകുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ സരിത മുന്നോട്ട് വരികയും കമ്മീഷന് മുമ്പിൽ അത്തരത്തിലുള്ള മൊഴിക്ക് തയ്യാറെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഭരണതലത്തിലുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഭരണ സംവിധാനം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് എങ്ങനെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭൂമി അന്യാധീനപ്പെടുത്താനുള്ള ശ്രമം, ഒപ്പം തന്നെ തട്ടിപ്പ് കമ്പനിയുമായുള്ള കൂട്ടിച്ചേരൽ, അവരുടെ ലാഭവിഹിതത്തിലെ 40% മുകളിലുള്ള അവകാശവാദം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സഹായം നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞു. ആർക്ക്? സ്വകാര്യ വ്യക്തിയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സഹായത്തിന് സർക്കാർ സഹായിക്കും. ആര്യാടനും ഈ പദ്ധതിയെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞിരിക്കുക. സൗരോർജ്ജം സംബന്ധിച്ച കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആ വകുപ്പ്, വൈദ്യുതി വകുപ്പ് കൂടി അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആര്യാടനും ഇക്കാര്യങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രിയും ആര്യാടനും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പദ്ധതി, അതിൽ ലാഭവിഹിതം 40% മുഖ്യമന്ത്രിയിലേക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സരിതയുടെ മൊഴിയിൽ നിന്നും ക്രോസ് വിസ്താരത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അഞ്ജു, തീർച്ചയായും ആദ്യം മുതൽക്കേ തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം ആര്യാടനും ഇവർ രണ്ടുപേരുമാണ് ഈ പദ്ധതിക്ക് കൂടുതൽ സഹായങ്ങൾ നൽകിയത് എന്ന് സരിത ആവർത്തിക്കുന്നു. ഇവിടെയും അതുതന്നെയാണ്. ഇടുക്കിയിലെ സ്ഥലം സംബന്ധിച്ചാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ്. എല്ലാ സഹായങ്ങളും നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം ആര്യാടനും ഈ പദ്ധതിയെക്കുറിച്ച് അറിയാമെന്നുകൂടി സരിത പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും അഞ്ജു, പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രോസ് വിസ്താരത്തിൽ കൂടുതൽ വിവരങ്ങൾ സരിത പറയുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും നമ്മളും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം സിറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ തനിക്ക് എങ്ങനെ ഏത് തരത്തിൽ ഈ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമെന്നുള്ളത് സരിത പറയും. ഒരു പക്ഷേ സീൽഡ് കവറിലാക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി തന്നെ രഹസ്യമായ സിറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെടുകയോ സരിത ചെയ്യും. എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ 2 പ്രൊജക്റ്റുകൾ, പാലക്കാട് കിൻഫ്രയിലും ഇടുക്കി കൈലാസപ്പാറയിലുമുള്ള 2 പ്രൊജക്റ്റുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. 100 കോടിയുടെ ലാഭമായിരുന്നു ഇതിൽ
നിന്ന് ഇതിൽ 40% മുഖ്യമന്ത്രിക്ക് നൽകാം എന്ന കരാറിന്മേലായിരുന്നു. ഇതിൽ ഇടുക്കി കൈലാസപ്പറയിൽ രവീന്ദ്രൻ എന്ന വ്യക്തിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ഇത് വളരെ വേഗത്തിലാക്കാനും അതിന് ഏത് തരത്തിലുള്ള സഹായം ചെയ്യാനും സർക്കാർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സഹായം നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സംബന്ധിച്ചു. ഒപ്പം ആര്യാടന പദ്ധതിയെ കുറിച്ച് അറിയാമെന്നതൊക്കെ പറഞ്ഞതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബിജു സംസാരിച്ചോ എന്നറിയില്ല എന്നുകൂടി സരിത പറഞ്ഞു. തനിക്ക് ഇതെല്ലാം അറിവുള്ള കാര്യമാണ്, തനിക്കിതെല്ലാം വ്യക്തമാണ് എന്നുകൂടി സരിത പറയുന്നു കമ്മീഷനിൽ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി മുന്നിൽ മനസ്സിൽ കണ്ട മകൻ ചാണ്ടിയുമ്മനുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ ബിജുവിന് അറിവുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കേണ്ടത്. നമുക്ക് ഉറപ്പില്ല എങ്കിൽ പോലും അനുമാനത്തിന് സാധ്യതയുള്ളത് അതാണ്. ഒരു പക്ഷേ സരിതയുമായി ചേർന്നായിരിക്കും അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മനസ്സിൽ ആലോചിച്ചിരിക്കുക. കാരണം അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് സരിതയാണ്. അത് സരിതയാണ് കടപ്ലാമറ്റത്ത് കൊണ്ടുപോയി കൊടുത്തത്. ബിജു രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് 15 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറാൻ വേണ്ടി സരിത കടപ്ലാമറ്റത്ത് പോയി എന്നുള്ളതാണ്. എന്നാൽ സരിതയ്ക്ക് കൃത്യമായി സരിത പറയുന്ന കാര്യം അതല്ല, താൻ പോയത് മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റി, റിന്യൂവബിൾ എനർജി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ ഡ്രാഫ്റ്റുമായാണ് പോയത് എന്നാണ് അറിയുന്നത്. ഇക്കാര്യങ്ങൾ തനിക്ക് കൂടുതലായി അറിവുള്ളതാണ്. ബിജു രാധാകൃഷ്ണൻ ഇത്രയും അറിയുമോ എന്ന് തനിക്ക് അറിയില്ല എന്നാണ് സരിത ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഒടുവിൽ വരുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. ടീം സോളാറിന്റെ വലിയ 2 പദ്ധതികൾ, അതിനുവേണ്ടി 100 കോടിയുടെ ലാഭം. ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടി 2 തവണയായി 3 കോടി രൂപ ബിജു നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന ബിജുവിന്റെ മൊഴിയെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് സരിത പറയുന്നു. സരിത തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതായത് 1,90,00,000 രൂപ സരിത നൽകിയിട്ടുണ്ട്. അത് ചാന്ദിനി ചൗക്കിൽ വെച്ചും തിരുവനന്തപുരത്തും വെച്ചും ജിക്കുമോൻ പറഞ്ഞിട്ട് തോമസ് കുരള വഴിയാണ് മുഖ്യമന്ത്രിക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രി അത് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിജു നൽകിയ 3 കോടിയെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോളാർ കമ്മീഷനിൽ സരിതയുടെ വിസ്താരം തുടരുകയാണ്. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രി എന്നും സോളാർ കമ്മീഷന് മുന്നിൽ സരിതയുടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഒപ്പം സോളാറിന്റെ 2 വലിയ പദ്ധതികൾ, അതിന് 100 കോടിയുടെ ലാഭമുണ്ടാകുമെന്നും 40% മുഖ്യമന്ത്രിക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയെന്നും ഈ കമ്പനികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. ആ രീതിയിലേക്കാണ് വിവരങ്ങൾ വരുന്നത്. രാജീവിലേക്ക്. രാജീവ്, പുതിയ വിവരങ്ങൾ. അഞ്ജു, പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നതേയുള്ളൂ. കാരണം ഇപ്പോൾ വീണ്ടും ചെറിയൊരു ഇടവേള വന്നിരിക്കുന്നു അവിടുത്തെ കാര്യങ്ങളിൽ. എന്തായാലും 2 പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മെഗാ പദ്ധതികളിലേക്ക് പോകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് മെഗാ പദ്ധതികളിലേക്ക് പോകുന്നു. അതിൽ 1 പാലക്കാട് കിൻഫ്ര പാർക്കിലുള്ളതാണ്, 2 ഇടുക്കി കൈലാസപ്പാറയിലുള്ളതാണ്. ഇടുക്കി കൈലാസപ്പാറയിലുള്ളതിൽ പാലക്കാട് കിൻഫ്ര പാർക്കിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് സർക്കാർ ഭൂമി ആയതുകൊണ്ട് നേരിട്ട് ഇടപെടാം, നിക്ഷേപകർ വന്നാൽ അതിനനുസരിച്ചിട്ട് ഭൂമി ഏർപ്പാടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. ഇടുക്കി കൈലാസപ്പാറയിലെ ഒരു ഭാഗം രവീന്ദ്രൻ എന്ന ഇയാളുടെയും മറ്റു ഭാഗം സർക്കാരിൻ്റെ റിസർവ്ഡ് ലാൻഡുമായിരുന്നു. അപ്പോൾ ഈ രവീന്ദ്രൻ എന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായവും മുഖ്യമന്ത്രി ചെയ്യാമെന്നും മറ്റ് റിസർവേ നടത്തിയിട്ടുള്ള റിസർവ്ഡ് ലാൻഡ് ഉണ്ട് സർക്കാരിൻ്റേത്, അതിൽ ചെയ്യാമെന്നായിരുന്നു. ആദ്യഘട്ടത്തിൽ 30 ഏക്കറിൽ 20 വിൻമില്ലുകൾ സ്ഥാപിച്ച് അതിൽ ലാഭം വരുന്ന 100 കോടിയിൽ 40 കോടി മുഖ്യമന്ത്രിക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ഇക്കാര്യങ്ങൾ മൊഴിയിലുണ്ട് ബിജു രാധാകൃഷ്ണൻ. ഇത് ശരിയാണോ എന്ന് കമ്മീഷൻ ചോദിച്ചു. ഇതിനെക്കുറിച്ച് തനിക്ക് കേട്ടറിവുണ്ട്. സോളാർ മീറ്റിങ്ങുകൾ താൻ പങ്കെടുക്കാത്ത സോളാർ മീറ്റിങ്ങുകളിൽ ഇത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നതായി തനിക്കറിയാം. എന്തായാലും തനിക്ക് അറിവുള്ളിടത്തോളം 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ലാഭവിഹിതമായിട്ടാണ്, തുടക്കത്തിലെ ലാഭവിഹിതമായിട്ടാണ് നൽകിയിട്ടുള്ളത്. 1,90,00,000 രൂപ നൽകിയിട്ടുള്ളത് ദില്ലിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ചും കേരളത്തിലെ തിരുവനന്തപുരത്ത് വെച്ചുമാണ് എന്ന് സരിത കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷേ 3 കോടി രൂപ അതല്ലാതെ നൽകി എന്ന ബിജുവിൻ്റെ വാദത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല. തനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ബിജുവും തമ്മിൽ സംസാരിച്ചോ എന്നും തനിക്ക് അറിയില്ല. 3 കോടി രൂപ 2 തവണയായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയെന്ന ബിജുവിൻ്റെ മൊഴിയെക്കുറിച്ചും തനിക്ക് അറിയില്ലെന്ന് സരിത ഇപ്പോൾ സോളാർ കമ്മീഷനോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റായിട്ട് അവിടെ സോളാർ കമ്മീഷനിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയർ ലാഗ് ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഊണ് കഴിക്കാൻ പിരിഞ്ഞോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മുടെ PCR നിന്ന് അവിടെയുള്ള ഷാജിയെയോ ഉമേഷിനെയോ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരണങ്ങൾ ലഭ്യമാക്കാൻ പറയണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.
തീർച്ചയായും രാജീവ്, ഇപ്പോൾ ഇന്നത്തെ ഉച്ചയോടെയുള്ള സിറ്റിംഗ് അവസാനിച്ച് സരിത ഏതാണ്ട് പുറത്തേക്ക് വരാറായിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സരിതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ റിപ്പോർട്ടർമാർ എന്നും അറിയുന്നു. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ പ്രധാന സംഭവങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രി എന്ന സോളാർ കമ്മീഷന് മുന്നിൽ സരിത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രഹസ്യ സിറ്റിംഗ് നടത്തിയാൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് ലൈംഗിക ആരോപണങ്ങൾ സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താമെന്നും സരിത കമ്മീഷന് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. ബെന്നി ബെഹനാന് 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്നും സരിത ഇന്ന് കമ്മീഷനിൽ പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം എബ്രാഹിം കലമണ്ണലിന് കമ്മീഷൻ നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇന്നലെ സരിത ഹാജരാക്കിയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എബ്രാഹിം കലമണ്ണലിനെ എതിരെ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. സോളാർ കമ്മീഷനിൽ പറയാനുള്ളത് അത് മുദ്രവെച്ച കവറിൽ നൽകാമോ എന്ന് കമ്മീഷൻ ചോദിച്ചു. അത് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക ആരോപണങ്ങൾ സംബന്ധിച്ച സംഭവങ്ങൾ അത് മുദ്രവെച്ച കവറിൽ നൽകാമോ എന്ന് കമ്മീഷൻ ചോദിച്ചു. അതിനുള്ള മറുപടിയായിട്ട് അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം അറിയിക്കാമെന്നാണ് സരിത നൽകിയത്. പിന്നീട് അങ്ങോട്ട് ബിജു രാധാകൃഷ്ണൻ വിസ്തരിക്കുന്നത് സംബന്ധിച്ച് ആവശ്യം ഉന്നയിച്ചു. സരിതയെ വിസ്തരിക്കാൻ സമയം നൽകണമെന്നും അതിനുള്ള ഒരു ഡേറ്റ് അറിയിക്കണമെന്നും ബിജു രാധാകൃഷ്ണൻ കത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഒപ്പം PC വിഷ്ണുനാഥ്, ബെന്നി ബെഹനാൻ എന്നിവർക്കെതിരെ വ്യക്തമായ ആരോപണങ്ങൾ. PC വിഷ്ണുനാഥ് മാനവിക യാത്ര എന്ന പേരിൽ 2012 ഒക്ടോബറിൽ നടത്തിയ പരിപാടിക്ക് പ്രവർത്തന ഫണ്ട് ചോദിച്ചിരുന്നു എന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് സോളാർ കമ്മീഷന് നൽകിയത്. ഇപ്പോൾ സോളാർ കമ്മീഷന് നൽകിയ മൊഴിയുടെ, സരിത നൽകിയ വിവരങ്ങളുടെയൊക്കെ വ്യക്തമായ വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെയായി ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഷാജഹാൻ, വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇന്നും സരിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും നിർണായകമായി കരുതേണ്ടത്? പൂർണ്ണമായ ഒരു ചിത്രം. അഞ്ചു പ്രധാനമായിട്ടും ഇന്നിപ്പോൾ സോളാർ കമ്മീഷന് മുൻപിൽ സരിത വളരെ കൃത്യമായിട്ട് ഈ സോളാർ കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് സരിത ഇപ്പോൾ കമ്മീഷന് മുൻപിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന മൊഴികൾ കമ്മീഷൻ സരിതയോട് ചോദിച്ചിരുന്നു. ഇതും സരിത ശരിവെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള മൊഴികളാണ് ഇപ്പോൾ സരിതയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ടീം സോളാറിന്റെ 2 അത് പ്രാവർത്തികമായാൽ 100 കോടി വരെ ലാഭം ഉണ്ടാക്കാം. അതിൽ 40% കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് നൽകാമെന്നും അതിനുവേണ്ടി 5.5 കോടി രൂപ CM-ന് വേണ്ടി ചെലവഴിച്ചുവെന്നും ബിജു പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് തനിക്കറിയാം എന്നാണ് സരിത കമ്മീഷന് മുൻപാകെ പറഞ്ഞത്. പാലക്കാട് കിങ്സ് ഫയലിൽ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നിക്ഷേപകർ വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കുമെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചതായി സരിത പറഞ്ഞു. ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തതായിട്ട് തനിക്കറിയാമെന്നും സരിത പറഞ്ഞു. ഈ പദ്ധതിക്ക് വേണ്ടി 2 തവണയായി 3 കോടി രൂപ ബിജു നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന് ബിജു രാധാകൃഷ്ണൻ മുന്നിൽ മൊഴിയിട്ടുണ്ട്. ഇങ്ങനെ കോടികളുടെ അഴിമതികൾ അല്ലെങ്കിൽ കോടികളുടെ കൈക്കൂലി മുഖ്യമന്ത്രിക്ക് നൽകി എന്നുള്ള കൃത്യമായിട്ടുള്ള മൊഴികളാണ് സരിത നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ മൊഴികൾ തന്നെയാണ് ബിജു രാധാകൃഷ്ണനും കമ്മീഷന് മുൻപിൽ നൽകിയിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളും തന്റെ പക്കൽ ഉണ്ട് എന്നാണ് സരിത കമ്മീഷന് മുൻപിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയൊക്കെ ഇടപെട്ടത് ആദ്യം സരിത മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ടല്ലേ ഇതിനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിയും മറ്റും രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ഇവർ കഴിഞ്ഞ 2 വർഷമായിട്ട് 2014 തൊട്ട് 2016 വരെ സരിത യുമായിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കമ്മീഷന് മുൻപിൽ ഹാജരാക്കിയത്. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മൊഴികളാണ് ഓരോ നിമിഷവും കമ്മീഷന് മുൻപിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 10 മണിയോടുകൂടിയാണ് സരിത 11 മണിയോടുകൂടിയാണ് സരിത ഹാജരായത്. അതിനുശേഷം ഇതുവരെ മുഖ്യമന്ത്രി ഈ കേസിൽ എത്രത്തോളം ഇടപെട്ടു എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള മൊഴികളാണ് നൽകുന്നത്. ഇതിനിടയിൽ ചെങ്ങന്നൂർ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ PC വിഷ്ണുനാഥ് MLA ക്ക് നൽകിയതായിട്ട് പറയുന്നുണ്ട്. തമ്പാനൂർ രവിക്ക് 5 ലക്ഷം രൂപ
നൽകിയതായിട്ടും മൊഴിയിൽ പറയുന്നുണ്ട്. എന്തായാലും കോടികളുടെ അഴിമതികൾ നടന്നതായിട്ടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സരിതയ്ക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകേണ്ടി വന്ന കൈക്കൂലിയുടെ കണക്കുകളാണ് ഇപ്പോൾ സരിത കമ്മീഷൻ മുൻപിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രി എന്ന സോളാർ കമ്മീഷന് മുന്നിൽ സരിതയുടെ സ്ഥിരീകരണം, ഒപ്പം പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി സരിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ബിജു പറഞ്ഞ പല കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടുമൊക്കെ സരിതയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി വരികയാണ്. ഏറ്റവും പുതിയതായി വന്നതും ഏറ്റവും ഒടുവിൽ വന്ന സംഭവവും അതാണ്. ടീം സോളാറിന്റെ വൻകിട പദ്ധതികൾക്കായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തതായി, ഈ പദ്ധതിയെക്കുറിച്ച് ആര്യാടൻ മുഹമ്മദിനും അറിയാമായിരുന്നുവെന്നുമുള്ള സൂചനകളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജു, വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന അഴിമതികൾ, അതായത് ഈ സോളാർ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാങ്ങിയിരിക്കുന്ന പണ ഇടപാടുകളെ കുറിച്ചുള്ള കൃത്യമായ മൊഴികളാണ് ഇപ്പോൾ സരിത നൽകിയത്. നേരത്തെ ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുന്നിൽ ഇത്തരത്തിൽ മൊഴികൾ നൽകിയിരുന്നു. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ സരിതയും നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടികളുടെ അഴിമതി നടന്നതായിട്ടാണ് അദ്ദേഹം സരിത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അത് ലഭിക്കണമെങ്കിൽ MNREയുടെ ചാനൽ പാർട്ണർഷിപ്പും ലിസ്റ്റ് ചെയ്യണം. അനർത്തിന്റെ എംപാനൽമെന്റും ആവശ്യമാണ്. അതിനായി കേന്ദ്രമന്ത്രിമായിരുന്ന KC വേണുഗോപാലിനെയും കൊടിക്കുന്നിലിനെയും ബിജു കണ്ടിരുന്നോ എന്നറിയില്ല എന്നാണ് ഇപ്പോൾ സരിത പറയുന്നത്. ഈ കേസുമായി ഈ പദ്ധതിക്ക് വേണ്ടി 2 തവണയായി 3 കോടി രൂപ ബിജു നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു എന്ന് കമ്മീഷൻ ചോദിച്ചു. ഇത് നേരത്തെ ബിജു കമ്മീഷൻ മുൻപിൽ നൽകിയിരുന്ന മൊഴിയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എന്നൊരു മൊഴിയാണ് ഇപ്പോൾ സരിത നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഇതിന്റെ സ്ഥലം ലഭ്യമാക്കുന്നതിനും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ഇടപെട്ടു. പാലക്കാട് കിങ്സ്ഫ്രൈയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നിക്ഷേപർ വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതായി സരിത പറഞ്ഞത്. ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തതായിട്ട് അറിയാമെന്നും, അതായത് നേരത്തെ ബിജു പറഞ്ഞ ഈ ഒരു മൊഴി തനിക്ക് അറിയാമെന്നും സരിത പറയുകയുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ നടത്തിയിരുന്ന മൊഴിയും അതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് എത്രത്തോളം ബിജു വ്യക്തമാക്കിയിരുന്നു, ബിജു മുഖ്യമന്ത്രിക്കെതിരെ എത്രത്തോളം മൊഴികൾ നൽകിയിരുന്നു, അതെല്ലാം വളരെ സത്യസന്ധമാണ് എന്നുള്ള മൊഴികളാണ് ഇപ്പോൾ സരിതയുടെ ക്രോസ് വിസ്താരത്തിലൂടെ കമ്മീഷന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതി സംബന്ധിച്ച് അറിയാമെന്നും സരിത പറഞ്ഞു. ഈ സ്ഥലത്തിന്റെ ഒരു ഭാഗം രവീന്ദ്രൻ എന്ന വ്യക്തിയുടേതായിരുന്നു. ഗവൺമെന്റ് റിസർവ് ലാൻഡ് 140 ഏക്കറോളം അവിടെയുണ്ട്. 30 ഏക്കറിൽ 20 വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യ പടിയെന്നും സരിത പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ ആ സർവേ നമ്പറുകൾ G-White അംഗീകാരം വേണം, അവിടേക്ക് റോഡുകൾ വേണം, അതിന് സർക്കാർ സഹായം നൽകാമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് ആര്യാടനും ഈ പദ്ധതിയെക്കുറിച്ച് അറിയാമെന്നാണ് സരിത നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബിജു സംസാരിച്ചു എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് 2 തവണയായി 3 കോടി രൂപ ബിജു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറി എന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുൻപിൽ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള മൊഴികളാണ് ഇപ്പോൾ സരിത നൽകിയിരിക്കുന്നത്. താൻ KC വേണുഗോപാലിനെ കണ്ടിരുന്നു, അത് മറ്റൊരു കാര്യത്തിനാണെന്നും സരിത പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ KC വേണുഗോപാലിന് അന്ന് ഊർജ്ജ വകുപ്പ് സഹമന്ത്രിയായിരുന്നു, ആ സമയത്ത് നേരിട്ട് കണ്ടിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സരിത കമ്മീഷൻ മുന്നിൽ മൊഴിയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജു, തീർച്ചയായും ഷാജഹാൻ, നേരത്തെ മുഖ്യമന്ത്രി വാങ്ങിയിരുന്ന കോടിയുടെ കണക്ക്, അതിൽ നിന്നൊക്കെ വളരെ വലിയൊരു സംഖ്യയിലേക്ക് കണക്കുകൾ നീങ്ങുകയാണ്. ഇപ്പോൾ 3 കോടി 2 തവണയായി 3 കോടി രൂപ നൽകിയിരിക്കുന്നു എന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ പക്ഷേ സരിത അംഗീകരിച്ചില്ല എങ്കിൽ കൂടി അത്രയും വലിയൊരു എമൗണ്ട് വീണ്ടും ഒരു ആരോപണം കൂടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും മഞ്ജു, ഈ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, കാരണം ഇതിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള സരിതയ്ക്കും ബിജു രാധാകൃഷ്ണൻ കോടികളുടെ ലാഭം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി സഹായം ചെയ്തവർക്കറിയാം. അതുകൊണ്ട് തന്നെ 100 കോടിയിലധികം രൂപയുടെ ലാഭം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വിഹിതം ഇവർക്ക് കിട്ടണമെന്നുള്ള ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഇവർ നൽകിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്ര വലിയൊരു പ്രൊജക്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്നും സഹായങ്ങൾ വേണം. ആ സഹായങ്ങൾ നടപ്പിലാക്കുന്നതിന് സാധാരണഗതിയിൽ നല്ല
ഇവർക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ ഈ സരിത പറഞ്ഞിരിക്കുന്നത്. അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുൻപിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. ചെങ്ങന്നൂരിലെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ ചെങ്ങന്നൂർ MLA ആയിട്ടുള്ള TC വിഷ്ണുനാഥ് ബെന്നി ബെഹന്നാന് ഇത്തരത്തിൽ പണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭരണകക്ഷിയിൽപ്പെട്ട പല നേതാക്കൾക്കും പണം നൽകിയതായിട്ടാണ് സരിത കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയത്. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. അത് വേണമെങ്കിൽ കമ്മീഷനോട് രഹസ്യമായിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വിളക്കം നൽകാൻ തയ്യാറാണെന്ന് സരിത പറയുകയുണ്ട്. എന്നാൽ അതിപ്പോൾ വേണ്ട, അത് ഒരു കവറിലാക്കി വളരെ രഹസ്യമായിട്ട് തന്നു കഴിഞ്ഞാൽ അത് താൻ സ്വീകരിക്കാമെന്നുള്ള നിലപാടാണ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കമ്മീഷൻ ഇന്ന് നടത്തിയിരിക്കുന്ന സിറ്റിംഗിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സരിത നൽകിയിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ നൽകിയിരുന്ന അഴിമതി ആരോപണങ്ങളെക്കാൾ കൃത്യമായിട്ട് അതിന്റെ തെളിവുകളോടുകൂടി, അല്ലെങ്കിൽ നേരത്തെ ബിജു നൽകിയിരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണെന്നുള്ള രീതിയിലാണ് സരിത ഇപ്പോൾ കമ്മീഷൻ മുൻപിൽ മൊഴി നൽകിയിരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ സരിത ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നലെ സരിത കൃത്യമായിട്ട് ബിജു മുഖ്യമന്ത്രിക്ക് വേണ്ടി ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന സെലിൻ രാജു ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിയിരുന്ന സംഭാഷണങ്ങൾ അത് കൃത്യമായിട്ട് കമ്മീഷന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്രത്തോളം ഈ കമ്മീഷന്റെ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, കോടികളുടെ കണക്കുകൾക്കൊപ്പം സർക്കാർ ഭൂമി ഇടപാടിന്റെ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതിക്ക് വേണ്ടി 140 ഏക്കറോളം ഗവൺമെന്റ് റിസർവ് ഭൂമി അവിടെയുണ്ട്. അതിൽ 30 ഏക്കറിൽ 20 വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യപടി എന്നുള്ള രീതിയിലേക്ക് കൂടി സരിത വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ കോടികളുടെ കണക്കുകൾക്കൊപ്പം സർക്കാർ ഭൂമി ഇടപാടിന്റെ കൂടി കണക്കുകൾ പുറത്തു വരികയല്ലേ? തീർച്ചയായിട്ടും അഞ്ജു, പാലക്കാട് കിങ്സയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. നിക്ഷേപകർ വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതായും സരിത പറയുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ടുകൾ അടക്കം തന്റെ പക്കലുണ്ട് എന്നാണ് സരിത കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ സരിതയുടെ പക്കലുണ്ട്. അതിനു വേണ്ടിയിട്ട് കോടികൾ കമ്മീഷൻ നൽകണമെന്നും പറഞ്ഞിരുന്നു. ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തതായി അറിയാമെന്നും സരിത പറയുന്നു. എന്തായാലും പണമിടപാട് നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോടികൾ എത്രത്തോളം ആകാം എന്നുള്ള സംശയം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ബെന്നി ബെഹന്നാനും അതോടൊപ്പം തന്നെ തമ്പാനൂർ രവി അടക്കമുള്ളവർ ഇതിൽ ഇടപെട്ടു എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അവരുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. എന്തായാലും സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് വെറുതെയാണ്. അതിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സരിത കമ്മീഷന് മുൻപിൽ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജു, എന്തായാലും ഇന്നത്തെ സരിത നൽകിയ ഓരോ മൊഴിയുടെയും വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. സാമ്പത്തിക ആരോപണങ്ങളിൽപ്പെട്ട MLA മാർ ഭരണകക്ഷിയിലുള്ളവരാണ്. ബെന്നി ബെഹന്നാനെ നേരത്തെ അറിയാമെന്നും സരിത പറഞ്ഞു. ചെമ്പുമുക്കിലെ തന്റെ വീടിനടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്ക് 2012 നവംബറിൽ 5 ലക്ഷം രൂപ സംഭാവന ബെന്നി ബെഹന്നാന് നൽകിയിരുന്നു. ഓഫീസ് രജിസ്റ്ററിൽ മാത്രമാണ് അത് രേഖപ്പെടുത്തിയിരുന്നത്. റെസിറ്റ് ഇല്ലെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകിയിരിക്കുന്നു. ഒപ്പം PC വിഷ്ണുനാഥ് മാനവിക യാത്ര എന്ന പേരിൽ 2012 ഒക്ടോബറിൽ നടത്തിയ പരിപാടിക്ക് പ്രവർത്തന ഫണ്ട് ചോദിച്ചിരുന്നുവെന്നും ഉള്ള വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി സരിത നൽകിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്താണ് പുതിയ വിവരങ്ങൾ? ഇടവേളയ്ക്കായി നേരത്തെ KC വേണുഗോപാലിനെ കണ്ടിരുന്നു. അത് മറ്റൊരു കാര്യത്തിലാണെന്ന് സരിത പറഞ്ഞിരുന്നു. നേരത്തെ നടത്തിത്തരാമെന്ന് KC വേണുഗോപാൽ പറഞ്ഞതായും ഇതിനായിട്ട് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും സരിത പറയുന്നു. സരിതയുടെ പക്കൽ നിന്നും 25 ലക്ഷം രൂപ KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ആ തുക സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്ന രേഖകളോടൊപ്പം ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ വീട്ടിൽ വെച്ച് കൈമാറിയെന്നും അതിനുശേഷം വേൾഡ് റിന്യൂവബിൾ എനർജി സബ്മിറ്റ് ഡൽഹിയിൽ നടന്നിരുന്നുവെന്നും അന്ന് സരിത പങ്കെടുത്തിരുന്നുവെന്നും വേണുഗോപാലിന്റെ ഒഫീഷ്യൽ വീട്ടിൽ സരിത പോയെന്നും 2 മാസത്തിനകം എല്ലാം ശരിയാക്കാമെന്നും വേണുഗോപാൽ പറഞ്ഞതായും ബിജു പറഞ്ഞിരുന്നു. ഇതിന്റെ മറുപടി ശേഷം സരിത പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇടവേളയ്ക്കായി പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബിജു രാധാകൃഷ്ണനാണ് ഇത്തരത്തിൽ KC വേണുഗോപാലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് ബിജു രാധാകൃഷ്ണൻ പറയുന്നത്. ഇതിന് തൽക്കാലം പറയുന്നില്ല എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടും നിരവധി
ആരോപണങ്ങൾ ഉയർന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജു, എന്തായാലും ഇടവേളയ്ക്ക് അതായത് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് വിസ്താരം. തീർച്ചയായും സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് ഇടവേളയ്ക്കായി പിരിഞ്ഞിരിക്കുകയാണ്. സരിത ഉച്ചയ്ക്ക് ശേഷവും മറുപടി പറയും. ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ എന്തായാലും മാധ്യമങ്ങളെ കാണുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴും സിറ്റിംഗിന് ശേഷം ഇടവേളയ്ക്കായി പിരിഞ്ഞിറങ്ങിയപ്പോഴും സരിത മാധ്യമങ്ങളെ കണ്ടതാണ്. എന്തായാലും ഇന്നത്തെ വിവരങ്ങൾ ഇതൊക്കെയാണ്. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രിയെന്നും സോളാർ കമ്മീഷന് മുന്നിൽ സരിതയുടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. സോളാർ പദ്ധതിക്കായി വൻകിട കമ്പനികൾക്കായി വൻകിട പദ്ധതികൾക്കായി മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നതായും ഈ വിവരത്തെക്കുറിച്ച് ആര്യാടൻ മുഹമ്മദിന് അറിയാമായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ ഇന്ന് നൽകിയിരിക്കുന്നു. ഒപ്പം ബിജു രാധാകൃഷ്ണന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ബിജു രാധാകൃഷ്ണൻ അറിയിച്ച ഒരു കാര്യം കൂടിയുണ്ട്. 3 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം ലൈംഗിക ആരോപണം സംബന്ധിച്ച കാര്യങ്ങൾ രഹസ്യ സിറ്റിംഗ് നടത്തിയാൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നും സരിത പറഞ്ഞു. എന്നാൽ സീൽഡ് പേപ്പറിൽ കൊടുക്കുകയാണെങ്കിൽ സീൽഡ് ചെയ്ത കവറിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് കമ്മീഷൻ ചോദിച്ചു. അത് അഭിഭാഷകരോട് ചോദിച്ച ശേഷം അറിയിക്കാമെന്ന് സരിത പറയുകയുമുണ്ടായി. ഒപ്പം 2 MLA-മാർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ കൂടി പുതിയ ആരോപണങ്ങൾ കൂടി ഇന്നുണ്ടായിരിക്കുന്നു. ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപയും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്ന് സരിത നൽകി. എന്നാൽ PC വിഷ്ണുനാഥ് ഈ ഒരു ആരോപണത്തെ നിഷേധിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പീപ്പിളിനോട് തന്നെ അദ്ദേഹം പ്രതികരിച്ചതാണ്. അത് നിഷേധിക്കുന്നു എന്ന് PC വിഷ്ണുനാഥ് വ്യക്തമാക്കിയതാണ്. ഒപ്പം എബ്രാഹിം കലമണ്ണിലിന് കമ്മീഷൻ ഇന്ന് നോട്ടീസ് അയച്ചു. സരിത കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് സരിത നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കമ്മീഷൻ നോട്ടീസ് അയക്കുകയുമാണ് ഉണ്ടായത്. ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷാജഹാൻ, വിവരങ്ങൾ. എന്തായാലും സരിതയുടെ ഉച്ചവരെയുള്ള സിറ്റിംഗ് പൂർത്തിയായിരിക്കുകയാണ്. നിർണായകമായ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ ഉച്ചയോടടുക്കുമ്പോൾ സിറ്റിംഗ് ഇനിയും ഉച്ച കഴിഞ്ഞും സിറ്റിംഗ് തുടരുന്നതാണ്. അപ്പോഴും നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഒപ്പം തെളിവുകളൊക്കെ തന്റെ പക്കൽ ഉണ്ടെന്ന് സരിത ആവർത്തിക്കുന്നു. ആ തെളിവുകൾ ഇനിയും ഒരുപക്ഷേ സോളാർ കമ്മീഷന് മുന്നിൽ എത്താവുന്നതാണ്. അത് ഇന്ന് തന്നെ ആവണമെന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെ സരിതയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സർക്കാരിനെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒട്ടേറെ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെയാണ് സരിത നൽകിയിരിക്കുന്നു. ഒപ്പം ബിജു രാധാകൃഷ്ണന്റെ മൊഴികൾ വായിക്കുമ്പോഴും നമ്മൾക്ക് മനസ്സിലാകുന്നത് ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് അടിവരയിട്ടുകൊണ്ട് സോളാർ കമ്മീഷന് മുന്നിൽ സരിത ആവർത്തിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് കണ്ടത്. ഒപ്പം ലൈംഗിക ആരോപണം എന്തായാലും ഇപ്പോൾ സോളാർ കമ്മീഷന്റെ വിവരങ്ങൾ അപ്പോൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്ന കമ്മീഷനകത്തുണ്ടായിരുന്ന റിപ്പോർട്ടർ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തായിരുന്നു ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ നടന്നത്? വ്യക്തമായ ഒരു ചിത്രം നമുക്ക് വിവരങ്ങൾ അപ്പോൾ നൽകിയിരുന്നു. ഒപ്പം അകത്ത് നടന്ന സംഭവ വികാസങ്ങൾ ഒട്ടേറെ ലാഗ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു കാരണം എന്താണ് ഇന്ന് അകത്ത് നടന്നത്? അഞ്ജു, ഇന്ന് സരിത പറഞ്ഞു തുടങ്ങിയ പ്രധാനമായും സരിതയുമായി ചേർത്ത് നിരവധി MLA-മാർ സാമ്പത്തിക ആരോപണത്തെ സംബന്ധിച്ച് ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സരിത പല എറണാകുളത്തുള്ള ഒരു MLA-ക്ക് 5 ലക്ഷം രൂപ നൽകി എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന് തന്നെയാണ് സരിത പറഞ്ഞിരുന്നത്. അക്കാര്യം തന്നെയാണ് ഇന്ന് സരിത പറഞ്ഞു തുടങ്ങിയത്. അതായത് ബെന്നി ബെഹനാന് പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്ക് 2012 നവംബറിൽ 5 ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു. അത് ഓഫീസ് രജിസ്റ്ററിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിന് റെസീറ്റ് ഇല്ല എന്ന് സരിത പറയുകയുണ്ടായി. ഇതുകൂടാതെ PC വിഷ്ണുനാഥ് MLA-ക്ക് മാനവ യാത്ര എന്ന പേരിൽ 2012 ഒക്ടോബറിൽ അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു. ഇതിന് പ്രവർത്തന ഫണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.
2012 ഒക്ടോബർ 3 ശേഷം 7 മുൻപായി ഒറ്റപ്പാലത്ത് മാനവിക യാത്ര വന്നപ്പോൾ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ചടങ്ങിൽ വെച്ച് താൻ നേരിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. റെസീറ്റ് തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് തന്നില്ല എന്നും പറയുകയുണ്ടായി. ഇതിനുശേഷം എറണാകുളത്ത് മാനവയാത്ര എത്തിയപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വെച്ചും 1 ലക്ഷം രൂപ നൽകിയെന്നും സരിത പറയുകയുണ്ടായി. ഇവിടെ പറഞ്ഞ സാമ്പത്തിക ആരോപണങ്ങൾക്ക് പുറമെ മറ്റ് പല രാഷ്ട്രീയ നേതാക്കളും കമ്പനിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഇപ്പോൾ തന്നെ കയ്യിലില്ല. അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് കിട്ടിയാൽ ഉടൻ തന്നെ ഹാജരാക്കാം എന്ന് പറയുകയുണ്ടായി. ഇതിനു പുറമെ ഈ സാമ്പത്തിക ആരോപണങ്ങൾക്ക് പുറമെ മറ്റ് പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോൾ പരസ്യമായി പറയാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയിലിൽ വെച്ച് എഴുതിയ നോട്ട് പൊതുരേഖയാക്കുന്നതിൽ കടുത്ത എതിർപ്പുണ്ട് എന്നും സരിത പറയുകയുണ്ടായി. ഇതിനുശേഷമാണ് കമ്മീഷൻ ചോദിച്ചത് രഹസ്യമായി സിറ്റിംഗ് നടത്താൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ അത് കമ്മീഷനുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് സരിത അറിയിച്ചിരുന്നു. എന്നാൽ രഹസ്യമായി സിറ്റിംഗ് നടത്തുന്നതിന് പകരം അത് സീൽഡ് കവറിലാക്കി, സരിതയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സീൽഡ് കവറിലാക്കി തരാൻ തയ്യാറാണോ എന്ന് കമ്മീഷൻ ചോദിച്ചു. അത് ഉച്ചയ്ക്ക് ശേഷം അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം പറയാം എന്നാണ് സരിത മറുപടി നൽകിയത്. ഇതിനുശേഷം സരിതയ്ക്ക് പറയാനുള്ളതെല്ലാം അവസാനിച്ച ശേഷം കമ്മീഷൻ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായത്. കമ്മീഷൻ വിസ്തരിച്ചു. അതായത് ബിജു രാധാകൃഷ്ണൻ നേരത്തെ നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കമ്മീഷൻ ചോദിച്ചത്. നേരത്തെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു, ബിജു രാധാകൃഷ്ണൻ ഇവിടെ മൊഴി നൽകുന്ന വേളയിൽ ഓരോ കാര്യങ്ങളും സരിതയെ അറിയിച്ചിരുന്നു. ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് സരിതയോട് പറഞ്ഞിരുന്നു എന്നെല്ലാം ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് സരിത പറഞ്ഞത്. അത്തരത്തിൽ ബിജു രാധാകൃഷ്ണൻ അത്തരത്തിലൊരു ആശയവിനിമയം നടത്തിയിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഇതിനു പുറമെ മന്ത്രിമാരുടെ കൊടും ചതി മൂലം നടക്കാതെ പോയ സോളാർ പദ്ധതികളെ കുറിച്ച് ബിജു മൊഴി നൽകിയിരുന്നു. അതിനെക്കുറിച്ച് കമ്മീഷൻ ചോദിച്ചു. എന്നാൽ ഇത്തരത്തിൽ മന്ത്രി AP അനിൽകുമാറുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല. എന്നാൽ ചില പദ്ധതികളെ കുറിച്ചുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നും സരിത പറയുകയുണ്ടായി. ചെറിയ പദ്ധതികളിൽ കേന്ദ്രീകരിക്കാതെ വലിയ പദ്ധതികൾ തുടങ്ങണമെന്നും അതിന് സർക്കാർ വേണ്ട സഹായം നൽകാമെന്ന് മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞിരുന്നതായി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. അത് സരിത ശരിവെക്കുകയും ചെയ്തു. അതോടൊപ്പം ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസുമാണെന്ന ബിജുവിന്റെ അഭിപ്രായം ശരിയാണ് എന്നും സരിത പറയുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിലുള്ള ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ മൊഴിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ കമ്മീഷൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച സോളാറിന്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നിക്ഷേപങ്ങൾ വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതായും സരിത പറഞ്ഞിരുന്നു. ഇതെല്ലാം നേരത്തെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതാണ്. അതാണ് ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത്. സരിതയും ശരിവച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപ നൽകി എന്നുള്ള കാര്യം ഇപ്പോൾ